everyone. ഇന്ന് നമ്മൾ കുറച്ച് ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്ന പോലല്ല, ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുക്കാനും അതുപോലെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കൊന്നും ചെയ്യട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും, നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സപ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാത്തിലും യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ വാട്ടർ കളർ. പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കളേഴ്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കാണിച്ച പാറ്റേൺ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇയർബഡ്സ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചെയ്തതിലാണെങ്കിൽ ഞാൻ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയതെങ്കിലും അത് ഏകദേശം കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന രണ്ടെണ്ണം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബ്ലാക്കും അതുപോലെ ബ്രൗൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് ഈ ഒരു ഗ്രിഡ് ലൈൻസിൻ്റെത്. അത് നമ്മൾ യെല്ലോ കളർ ആദ്യം പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ വണ്ണ് നമ്മൾ ജസ്റ്റ് കേഴ്സീവായിട്ട് എഴുതി കൊടുക്കുകയാണ്. കേഴ്സീവ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, എങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ മതി, അതൊക്കെ ഒരു പാറ്റേൺ ആയിക്കോളും. അതൊക്കെ നമുക്ക് വിൻറ്റേജിൽ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിലൊക്കെയാണ് പറയുന്നത്, അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വന്ന ഏകദേശം ഒരു 34 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്നൊന്നും അപ്ലോഡ് ആവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് മാക്സിമം സ്പീഡ് കൂടിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് വാഷി ടൈപ്സ്. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. ഞാൻ തന്നെ അതിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലൈൻസ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരെണ്ണം ബ്രൗണും അതുപോലെ ഒരെണ്ണം ബ്ലാക്കും പിന്നെ ഗ്രിഡ് ലൈൻസും അതുപോലെ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സിൽ ചെയ്ത പോലെ തന്നെ കേഴ്സീവായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ബ്ലാക്കിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള കലണ്ടറിൻ്റെ ആ ഒരു നമ്പേഴ്സ് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഞാനിട്ട് 3 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. 3 ദിവസത്തെ ഹാർഡ് വർക്കാണ് നിങ്ങൾ ഈ ഒരു 12 മിനിറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത വാഷി ടേപ്സൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വാഷി ടേപ്പിൽ 2 പേപ്പറാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 കൂടി ഒന്ന് കൂട്ടി ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ടേപ്പിൻ്റെ ഒരു റോളാണ്. നിങ്ങൾക്ക് ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റി കൊടുത്താലും മതി. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാമ്പ്സ് ആണ്. ഇതുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് 4 മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കോണാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ 2 സൈഡ്സ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ നമുക്ക് ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളറിൽ 4 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി അതിൽ പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ CD മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിലിം സ്ട്രിപ്സ് ഉണ്ടാക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ ഇരിക്കട്ടെ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ജേണൽ സപ്ലൈസ് ഉണ്ടാക്കണതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സംഭവം. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയുണ്ടാവുമല്ലോ. ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഗിവ് അവേ ചെയ്യുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് നിർത്താനല്ലേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഷോർട്സിൻ്റെ ടൈമിൽ ഒരു കുട്ടി ഷൗട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെബിന ഷെറിനൊരു ബിഗ് ഹായ്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ജസ്മ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അത് തന്നെയാണ് തോന്നുന്നു, അതാണ് നമുക്ക് യൂസർ നെയിം ആയിട്ട് കാണുന്നത്. ഏകദേശം എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഇപ്പോഴാണ് അത് ഉണ്ടാക്കാനുള്ളൊരു ടൈം കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രെയിംസ് ആണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കി വരച്ചെടുത്തതാണ്. എന്നിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത്രയേ ഉള്ളൂ ഫ്രെയിംസ് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സംഭവം തികച്ചും ഓപ്ഷണലാണ്. ഞാൻ പിന്നെ ഏതായാലും സപ്ലൈസ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയ ആ ഒരു സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത്. പോളറോയിഡ്സിൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ ഓൾറെഡി വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കുകയാണ്. ഇവിടെ അത് കട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, പോളറോയിഡ്സ് റെഡി.
ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം സ്റ്റിക്കേഴ്സ്. എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മൾ പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ഒക്കെ അടിച്ചെടുത്താൽ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും. ഇവിടെ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടാക്കല്. ഇപ്രാവശ്യം നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ കിട്ടാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഫേവി സ്റ്റിക്ക് തേച്ചെടുത്തിട്ട് ഉണങ്ങാൻ വെക്കുക. അത്രേ ഉള്ളൂ, സംഭവം റെഡി. ഇനി ഇതിപ്പോൾ എങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാലിച്ചിട്ടുണ്ടാവുക. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കത് സ്റ്റിക്കി ആയിട്ട് കിട്ടും. അടുത്തായിട്ടാണ് നമ്മുടെ ഡോട്ടഡ് സ്റ്റിക്കേഴ്സ്. ഇത് സിമ്പിൾ തന്നെയാണ്. നമ്മൾ കുറച്ച് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക, എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിക്കേഴ്സിന് യൂസ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഫേവി സ്റ്റിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് റെഡി. ഞാൻ പിന്നെ ഇതൊക്കെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ സ്റ്റിക്കേഴ്സും അതുപോലെ ഫ്രെയിമും സംഭവങ്ങളൊക്കെ ഞാൻ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലും കവറിലൊക്കെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഉണ്ടാക്കുന്നതാണ് കോൺ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മളൊരു കോൺ എടുത്തിട്ട് നമ്മുടെ പേപ്പറിൻ്റെ അടിയിലായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ക്രയോൺസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ കുറച്ചധികം കളേഴ്സ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റാണ് ലേബൽസ്. ഇത് നമ്മൾ ജേണലിലൊക്കെ ഒട്ടിച്ചിട്ട് എഴുതാൻ പറ്റുന്ന സംഭവമാണ്. അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല ഷേപ്സിലും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ജേർണൽ സെറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സംഭവമാണ് ഈ കോഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പേപ്പറിൽ കുറച്ച് അധികം കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ജേണൽ സപ്ലൈ ആണ് നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ്. ഇതിന് വേണ്ടി നമ്മൾ ബട്ടർഫ്ലൈ വരച്ചെടുത്ത് കളർ എടുത്തിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബേൺഡ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. നമ്മൾ ഈ ഒരു കോഫി പൗഡറൊക്കെ ഡിപ്പ് ചെയ്തിട്ടൊരു കാർഡ് ഉണ്ടാക്കുമല്ലോ, വിൻറ്റേജ് കാർഡ്. നമ്മളിത് കോഫി പൗഡറിൽ ഡിപ്പ് ചെയ്യാത്ത ചെയ്യണമെന്ന് തന്നെ ഉള്ളൂ. പിന്നെ കുട്ടികളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പേപ്പർ ഡോയിലീസ് ആണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മുടെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇത് ഭയങ്കര എളുപ്പമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺ ഷേപ്പിലും അതുപോലെ ഒരു കേർവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കോൺ ഷേപ്പിലുള്ളതാണ്. അത് കട്ട് ചെയ്ത് തുറന്നു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ ഡോയിലീസ് കിട്ടും. ഇത് ചെറിയ പീസായി കട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒട്ടിക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കാണിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ലാസ്റ്റൊക്കെ ഒന്ന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ജേർണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ജേർണൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ടാണ് ഫിലിം സ്ട്രിപ്സ്. ഇതുപോലെ ഞാൻ 2 ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നുള്ളതാണ് നമ്മുടെ വിൻറ്റേജ് സ്റ്റാമ്പ്സ്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ജേർണൽ സപ്ലൈസിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കണ്ട.
അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ പേപ്പർ ഡോയിലീസ് ആണ്. ഒരെണ്ണം ഇതുപോലെ കോൺ ഷേപ്പിൽ വരുന്നതുണ്ട്, പിന്നെ നമ്മൾ കർവായിട്ടുള്ളത് ഉണ്ട് പറഞ്ഞില്ലേ, അതും. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു കർവായിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ബേൺ സ്റ്റിക്കേഴ്സും വിൻറ്റേജ് പോളറോയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെയാണ് ഞാൻ പാക്കറ്റ് ആക്കിയെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ലാബൽസ് ഉണ്ട്, അതുപോലെ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്, കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോട്ടർ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിൽ ഞാൻ 3 കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഫ്രെയിംസ്. പിന്നെ ഞാൻ ഈ കോഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഓരോന്നും സെപ്പറേറ്റ് കട്ടാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അടുത്തായിട്ട് നമ്മുടെ കോൺ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ഞാൻ 4 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ്, അത് ഭയങ്കര ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സപ്ലൈസ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളെ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമില്ല, നമ്മളെ വാഷി ടേപ്സ്. അത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അത് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തതാണ്. അങ്ങനെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ള ജേർണൽ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഇതിൽ പിന്നെ ഒരു കുറവുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജേർണൽ ബുക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, നമുക്കതും ചെയ്യാം. അപ്പോൾ നമ്മളെ ജേർണൽ സപ്ലൈസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗിവ് അവേ ആണോ അതുപോലെ Q&A ആണോ എന്നൊക്കെയായിരുന്നു. ബിക്കോസ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഇടയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചോദിച്ചത്. എനിവേസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കുക.